എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിപ്പോൾ നോമ്പൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ നോമ്പിൻ്റെ സമയത്തും അതുപോലെ തന്നെ വീട്ടിലെന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോഴോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു സ്വീറ്റാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്വീറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് പഴുപ്പ് കുറഞ്ഞ പഴമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് മിക്സ്ഡ് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ നല്ല പഴുത്ത പഴത്തിൻ്റെ പേരിൽ തന്നെ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്, അരച്ചെടുക്കുന്നൊന്നുമില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ പഴം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഷുഗർ എല്ലാം മെൽറ്റായിട്ട് ആ പഴത്തിലേക്ക് തന്നെ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ പീസൊക്കെ ഇതിലുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ റവയൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും റവയെല്ലാം സോഫ്റ്റായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഞാൻ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്ത പാലെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വന്നു. അതുപോലെ തന്നെ റവയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരുപാട് ചൂട് പോകരുത് കേട്ടോ. ചെറിയൊരു ചൂടിൽ വേണം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ മിക്സ് ചെറുതായിട്ടൊന്ന് ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് മുൻപായിട്ട് കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ ഉന്നക്കായയുടെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് ട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഇതേ ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് മുൻപായിട്ട് ഇതിൽ ഒട്ടിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടില്ലേ ഇതെല്ലാം ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഇനി അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം എടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കാം. പാലെല്ലാം ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ പാലൊന്ന് ആവി വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷുഗറൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നോക്കിയിട്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ഞാൻ ഇതുപോലെ ഒന്ന് വിടർത്തിയെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കസ്റ്റാർഡ് മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം.
അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ പാലെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള കസ്റ്റാർഡ് മിൽക്കില്ലേ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കസ്റ്റാർഡ് മിൽക്കൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൈ എടുക്കാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഒന്നുകൂടെ ഞാനതൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ ഇതൊന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ കുറച്ച് ബദാമും പിസ്തയും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും ഇതിങ്ങനെ തിക്കായി കഴിയുമ്പോൾ നമ്മളിത് തണുപ്പിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ ഈ ഒരു ലൂസ് ആകുമ്പോൾ തന്നെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയതിന് ശേഷം നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ കുറച്ച് റൈസൻസ് എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ ഞാൻ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചെയ്തെടുക്കുന്ന ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടില്ലേ അത് വെച്ചിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഞാനപ്പോൾ കുറച്ചുകൂടെ ഭംഗിയും കുറച്ച് ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. നിർബന്ധമില്ല. പിന്നെ നമ്മളിതിലേക്ക് ഈ പഴമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ. അതിൻ്റെ പേരിൽ മാത്രം ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ആയിട്ട് വന്നു. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് മിൽക്ക് ഇല്ലേ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ തണുത്ത് വന്നപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ഡെസേർട്ട് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് നമ്മളിപ്പോൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ തണുപ്പിച്ചെടുത്തുള്ള കസ്റ്റാർഡ് മിൽക്കില്ലേ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള റൈസിൻസും ബനാനയൊക്കെ ഇല്ലേ അത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ ഇതേ രീതിയിൽ ഞാനൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരണം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടല്ലോ. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി തണുപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് കഴിക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈ കസ്റ്റാർഡ് മിൽക്കിൽ ഇതെല്ലാം ഇങ്ങനെ കുതിർന്ന് വരുമ്പോൾ കോരി എടുത്തിട്ട് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്